മീരിയാം, അഹരോൻ, മോശ എന്നിങ്ങനെ 3 മക്കൾ ഉണ്ടാകുകയും മീരിയാം, അഹരോൻ, മോശ എന്നിങ്ങനെ 3 മക്കൾ ഉണ്ടാകുകയും ചെയ്തു. ഒരു അധ്യായം വായിക്കാം. പുറപ്പാട് പുസ്തകം 6:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിക്കുക. അടുത്തയാൾ 15-ാമത്തെ അധ്യായം അതിൻ്റെ 20ഉം 21ഉം വാക്യം അടുത്തയാൾ വായിക്കുക. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. മരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. ഇവർ വംശപാരമ്പര്യ പ്രകാരം ലേവിയുടെ കുലങ്ങൾ ആകുന്നു. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബദിനെ വിവാഹം കഴിച്ചു. അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. മതി. അമ്രാമിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അത് ഞാൻ ആ വാക്യം പറഞ്ഞത് എത്രയും പറയാതെ നിങ്ങൾക്കത് ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അത് അറിയാൻ കഴിയും. 15-ാമത്തെ അധ്യായത്തിൻ്റെ 20ഉം 21ഉം വാക്യം വായിക്കാം. അടുത്ത ഒരാൾ സംഖ്യാപുസ്തകം 12 വായിച്ചാട്ടെ. അവർ ഫറവോനെ വിട്ടു പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. 15-ാമത്തെ അധ്യായം 20ഉം 21ഉം വാക്യം. വായിച്ചാട്ടെ. 20ഉം 21ഉം. ഇവിടെ തുടക്കം ഇതാണ്: അഹരോന്റെ സഹോദരി മീരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാ പേരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്: വായിച്ചാട്ടെ. യഹോവയ്ക്ക് പാട്ട് പാടുവീൻ, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. നമുക്ക് ഈ സന്ദർഭം അറിയാം. ചെങ്കടൽ കടന്നു വരുന്ന ഒരു ജനം അല്ല, 30 ലക്ഷം ജനമാണ് ചെങ്കടൽ കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വനം ഇളകി വരുന്നത് പോലെ ഈ ജനം ആർപ്പോടും നൃത്തത്തോടും കൂടി അവർ വരികയാണ്. വന്ന് ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഇവർക്കൊരു വല്ലാത്തൊരു അന്തരീക്ഷം അവർക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് ഒരു നിലവിളി ഉയർന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ജനം ഒന്ന് ഒരുങ്ങുവാൻ അവിടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോളിംഗ് മോശയുടെ മേൽ വന്നു. മോശയോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: മോശേ, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെ നീ ചെങ്കടലിലേക്കൊന്ന് നീട്ടിയാട്ടെ. സ്തോത്രം. നമുക്ക് ആ ഭാഗം അറിയാം. ദൂത് പറഞ്ഞ് മാറുകയാണ്. എന്നാൽ നമുക്കറിയാം, സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ വായിച്ച വാക്യത്തോട് ചേർന്ന് തന്നെയാണ് സംഖ്യാപുസ്തകം നമ്മളൊരു 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സംഖ്യ 12:1. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ഈ കൂശ്യ സ്ത്രീ എന്ന് പറയുന്നത് അടുത്ത് വേറൊരു സഹോദരി കൂടെ പുള്ളി വിവാഹം കഴിച്ചു. ആ സഹോദരിയുടെ പേര് സിപ്പോറ എന്നാണ്. അപ്പോ മോശ വിവാഹം കഴിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കരമായ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ നേരിടുവാനിട. ഭയങ്കര പ്രതിസന്ധികൾ. കാരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഏദൻ തോട്ടത്തിനകത്ത് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവം, സ്തോത്രം,
തൻ്റെ ജനത്തിന് എല്ലാം ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ശേഷമാണ് അവിടെ തോട്ടം കാക്കുവാൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചവിടെ ആക്കുന്നത്. സ്തോത്രം. നമുക്കതിനകത്തു നിന്നൊരു മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരിക്കലും കർത്താവ് നമ്മെ ഒറ്റയ്ക്ക് വിടും ദൈവമല്ല കേട്ടോ. ദൈവത്തിന് എന്നെ തോന്നി നീ ഏകനായിരിക്കുന്നത് അല്ലെങ്കിൽ നീ ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്ക് തന്നെ ഒരു വിഷമം എന്ന് കർത്താവിന് തോന്നി. സ്തോത്രം. ആ ഭാഗം അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാം. ഞാൻ പറയാൻ വന്നൊരു ഭാഗം ഇതാണ്. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ തള്ളിക്കളയുന്ന ദൈവം അല്ല. സ്തോത്രം. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴും കരുതലുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവിടെ ഇവരുടെ കുടുംബക്കാരെല്ലാം മോശയ്ക്ക് നേരെ പിറുപിറുത്ത് മുമ്പിലോട്ട് വന്ന സമയത്ത് മോശ ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട മനുഷ്യനാണ് മോശ. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാൻ കഴിയും, പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. എത്ര വയസ്സിലായിരിക്കും മോശ അവിടെ എത്തുന്നതെന്നറിയാമോ? അല്ലെങ്കിൽ എത്ര വയസ്സിലായിരിക്കും മോശയെ ദത്തുപുത്രനായി ഫറവോന്റെ മകൾ എടുക്കണമെന്നറിയാമോ? സ്തോത്രം. ശ്രദ്ധിക്കണം. നമ്മൾ യോസേപ്പിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. യോസേപ്പിന് മുലകുടി മാറിയ ശേഷമാണ് അവന് പ്രതികൂലങ്ങൾ കയറി വരുന്നത്. ശ്രദ്ധിക്കണം. ദൈവം അവന് പ്രത്യക്ഷമാകുന്നത്, അവന് ദൈവം ഇടപെടുന്നത്. ഇതുപോലെ മോശയുടെ ജീവിതത്തിലും തനിക്കൊരു തന്നെ ദത്തെടുക്കാൻ വന്നത് ആ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മകളാണ്. തന്നെ ദത്തെടുത്ത് ദത്തുപുത്രനായി മോശയെ വളർത്തിയത്. മറന്നുപോകരുത്. സകല അധികാരങ്ങളും മോശയ്ക്ക് കൊടുക്കുവാനിടയായി. ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് യോസേപ്പിന്റെ ഘട്ടം വന്നപ്പോഴും. ശ്രദ്ധിക്കണം. എല്ലാത്തിനും സർവാധികാരം യോസേപ്പിന് നൽകി. പക്ഷെ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ദത്തുപുത്രനായി വളർത്തപ്പെട്ട സകല വിദ്യാഭ്യാസങ്ങളും അഭ്യാസങ്ങളും സകലതും പഠിപ്പിച്ച് മുൻപിലോട്ട് കൊണ്ടുവന്ന മോശ, സ്തോത്രം, ആ ഫറവോന്റെ വീട്ടിനകത്തെ ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ഇവിടെ മീരിയാമിനോ ഇനി അഹരോനോ ആർക്കും മോശയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്ര ഒരു ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആമേൻ. നോക്കിക്കേ, സംഖ്യാപുസ്തകം നമ്മൾ പിന്നെയും പഠിക്കുമ്പോൾ അതിൻ്റെ 26-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ നമ്മളൊന്ന് വായിക്കുക. 26-ന്റെ 1-ാമത്തെ വാക്യം എന്താ അവിടെ വായിച്ച്? 26-ന്റെ 1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുകയെടുപ്പീൻ എന്ന് കൽപ്പിച്ചു. മതി. നോക്കിക്കേ, ഇവിടെ ഒരു ബാധ കഴിഞ്ഞ ശേഷം, നമ്മൾ പറയാറുണ്ട് മഴ കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സീസൺ മാറിയ ശേഷം. ഇവിടെ ഒരു ബാധയാണിത്. നമുക്ക് അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അറിയാം. 25-ാം അധ്യായത്തിൻ്റെ 15, 25-ാം അധ്യായത്തിൻ്റെ 10, 25-ാം അധ്യായത്തിൻ്റെ 8, 25-ാം അധ്യായത്തിൻ്റെ 5, 25-ാം അധ്യായത്തിൻ്റെ 12, 25-ന്റെ 1 മുതൽ 4 വരെ, 24-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം, 16-ാം വാക്യം, അതിൻ്റെ 6-ാമത്തെ വാക്യം, അതിൻ്റെ 10-ാമത്തെ വാക്യം, 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ സംഖ്യാപുസ്തകത്തിൽ പഠിക്കണം. സ്തോത്രം. ഞാൻ ഇന്നൊരു ആളിനോട് സംസാരിച്ചു. കേവലം 1 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ കവർ ചെയ്യണം. ആമേൻ. ദൈവകുഞ്ഞെ, നിങ്ങളൊക്കെ ഒത്തിരി പഠിക്കുന്നവരും നിങ്ങൾ ഒത്തിരി വായിക്കുന്നവരുമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സമയവും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. സ്തോത്രം. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് കേട്ടോ. ആമേൻ. നമുക്ക് എഴുതാം. നിങ്ങൾ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഹരോൻ, മോശ എന്നിങ്ങനെ 3 മക്കൾ ഉണ്ടാകുകയും ചെയ്തു. ആധാരമായി ബ്രാക്കറ്റിൽ പുറപ്പാട് പുസ്തകം 6-ന്റെ 18 മുതൽ 20 വരെ.
15-ാം അധ്യായം 20-ന്റെ 20-ഉം 21-ഉം. സംഖ്യാപുസ്തകം 12, 26-ന്റെ 1, 26-ന്റെ 59, ആവർത്തന പുസ്തകം 24-ന്റെ 9. നിങ്ങൾ ഈ അധ്യായമൊക്കെ വായിക്കണം കേട്ടോ. 1 ദിനവൃത്താന്തം 6-ന്റെ 3, മീഖ 6-ന്റെ 4, അടുത്ത് 6-ന്റെ 4, മീര്യാമിന് അവളുടെ സഹോദരന്മാരെക്കാൾ പല വർഷങ്ങളുടെ പ്രായക്കൂടുതൽ ഉണ്ടായതായി പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു. എട്ട് വരെ, പുറപ്പാട് 2-ന്റെ 4 മുതൽ 8 വരെ. നിന്നും മനസ്സിലാക്കുന്നു. അതേ പിന്നെ വായിക്കാം. അഹരോന് മോശയേക്കാൾ 3 വയസ്സ് കൂടുതലായിരുന്നു. ബ്രാക്കറ്റിൽ പുറപ്പാട് പുസ്തകം 7-ന്റെ 7. ലേവി മിസ്രൈമിലേക്ക് പോകുന്നതിന് മുമ്പ് അവനെ ജനിപ്പിച്ച ഒരു പുത്രനായ കേരഗിന്റെ പുത്രിയായ അമ്രാമായിരുന്നു. മോശയുടെ പിതാവ് ബ്രാക്കറ്റിൽ ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 11. ഉൽപ്പത്തി 46-ന്റെ 11. 46-ന്റെ 11 ലേവിയുടെ പുത്രന്മാർ അമ്രാം ജനിച്ചപ്പോൾ ഖേരഗിന് എത്ര വയസ്സായിരുന്നു എന്ന് അറിവില്ല. എങ്കിലും ഇസ്രായേൽ മക്കളുടെ
215 വർഷത്തെ പ്രവാസത്തിൽ ഏതോ സമയത്ത് അമ്രാം മിസ്രൈമിൽ ജനിച്ചു. സംഖ്യാപുസ്തകം 26:59. 26:59. മോശ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ തനിക്ക് 80 വയസ്സായിരുന്നു. അഹരോന് 83 വയസ്സായിരുന്നു. എന്നും നാം അറിയുന്നു. ബ്രാക്കറ്റിൽ പുറപ്പാട് 7:7. അപ്പോസ്തല പ്രവൃത്തികൾ 7:23, 30, 36. എൺപത്തിമൂന്നാം വയസ്സിൽ കയറുമ്പോൾ അഹരോൻ മിസ്രൈമിൽ ജീവിച്ചിരുന്ന വർഷങ്ങൾ ബാക്കിയുള്ള 132 വർഷങ്ങൾക്കുള്ളിൽ കേരകനു അമ്രാം ജനിപ്പിക്കുകയും അമ്രാം വളർന്നു യോഗേബേദിനെ വിവാഹം കഴിക്കുകയും മീരിയാം അഹരോനും പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം മോശയെയും ജനിക്കുകയും ചെയ്തു. ആ 7:7 വായിക്കാമോ? പുറപ്പാട് പുസ്തകം 7:7. വായിച്ചോളൂ.
അവർ ഫറവോനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സുമായിരുന്നു. ആ പ്രായം തെളിയിച്ചതാണേ. നിങ്ങൾ ആ ഭാഗം എഴുതി വെച്ചോളണം. മോശയേക്കാൾ 3 വയസ്സ് കൂടുതലാണ് അഹരോന്. 3 വയസ്സ്. മോശ മിസ്രൈമിലേക്ക് ചെല്ലുമ്പോൾ മോശയ്ക്ക് 80 വയസ്സായിരുന്നു. 80 വയസ്സ് മോശയ്ക്ക്. മോശ മിസ്രൈം വിടുമ്പോൾ, അതായത് ഫറവോന്റെ വീട്ടിൽ നിന്ന് മോശ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ മോശയ്ക്ക് 40 വയസ്സായിരുന്നു. ശ്രദ്ധിക്കണം. മോശ താൻ പാർത്തിരുന്ന ഫറവോന്റെ വീട്ടിൽ നിന്ന്, അഥവാ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ തനിക്ക് എത്ര വയസ്സായിരുന്നു? 40 വയസ്സ്. അപ്പോൾ തിരിച്ച് 40 വർഷം അവൻ മിസ്രൈമിൽ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം വിശ്വസ്തന. ദൈവം മോശയിൽ കൂടെ മാത്രമേ ആ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ടാണ് ദൈവം പിന്നെ എവിടെ ഇറങ്ങിയത്? മുൾപ്പടർപ്പിന്റെ മുൻപിൽ വെളിപ്പെട്ടത് ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ദൂത് കൂടെ ഞാൻ പറഞ്ഞു, മുമ്പിലോട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, നീ ഈ 300 ആടിനെ വിട്ടാൽ ഞാൻ 3000 തരാം. അടുത്ത മോശയോട് പറഞ്ഞത്, ഈ 3000 വിട്ടാൽ ഞാൻ നിനക്ക് 30,000 തരാം. അടുത്ത് പിന്നെയും പറഞ്ഞത്, ഈ 30,000 വിട്ടാൽ നിനക്ക് ഞാൻ എത്ര തരാം? 30 ലക്ഷത്തെ തരാം. അപ്പോൾ ചിലതൊക്കെ നമ്മൾ വിടാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മെ ഉയർത്താൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ കൂടെ 7-ാമത്തെ അധ്യായം അതിന് 23-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 23-ാമത്തെ വാക്യം. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. പ്രൈസ് ദി ലോർഡ്. 40 വയസ്സായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണാൻ തൻ്റെ മനസ്സിൽ തോന്നി. പ്രൈസ് ദി ലോർഡ്. 22-ാമത്തെ വാക്യം വായിക്കും. മോശ മിസ്രൈമികളുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സാമർഥ്യമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ടാകണം? വാക്കിലും പിന്നെ പ്രവൃത്തിയിലും. മനുഷ്യൻ എന്തോ പറയട്ടെ, നമ്മുടെ വാക്കെന്ന് പറഞ്ഞാൽ അത് മൂർച്ചയുള്ള ദൈവവചനമായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വാക്കാണ്, പലപ്പോഴും ഞാൻ പറയുന്നത്, വാക്കാണ് ശുശ്രൂഷ. വാക്ക്, നിങ്ങളുടെ വാക്കായിരിക്കണം നിങ്ങളുടെ ആരാധന. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വചനം അത് അതേപോലെ തന്നെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ. ആമേൻ. അവിടെ അങ്ങനെ ഒരു ആലോചന പറഞ്ഞ് വിടുമ്പോൾ, തങ്ങമ്മേൻ്റെ മൈക്ക് ഓഫ് ചെയ്യാമോ? ഒരു കാര്യം കൂടെ അതിൽ ചേർന്ന് കുറച്ച് വാക്യം കൂടെ ഞാൻ തരാം. എഴുതിക്കോളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. 4:30. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ദാനിയേൽ 1:4-17. ലൂക്ക 24:19. പുറപ്പാട് 2:11-12. രണ്ടിൻ്റെ 13-14. ഓക്കെ, ഇത്രയും വാക്യമാണ്. അതിനോട് ചേർന്ന് 22-ാം വാക്യവും 23-ാം വാക്യം കൂടെ ചേർത്ത് തന്ന കുറിവാക്യങ്ങൾ. ശരി, അടുത്ത താഴോട്ട് നമുക്ക് ചില ഭാഗം കൂടെ എഴുതാം. മോശയെ ഫറവോന്റെ പുത്രി. മോശയെ ഫറവോന്റെ പുത്രി
ദത്തെടുക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് അറിയാമോ? അഡോപ്ഷൻ അല്ലേ? ശരിയല്ലേ ലിറ്റി? ഓക്കെ, അവരൊക്കെ നല്ല ഇംഗ്ലീഷിൽ ഗുണന്മാരാണ്. സ്തോത്രം, ആമേൻ. അപ്പോൾ മോശ എന്ത് ചെയ്തു? ദത്തെടുത്തു, ദത്തുപുത്രനായി. മറന്നു പോകരുത്, സകല അധികാരവും മോശയ്ക്ക് നൽകി ഒരു ദത്തെടുത്തു. ആരാ? ഫറവോന്റെ പുത്രി, രാജകുമാരി. അപ്പൊ മോശ അവിടെ ആരായിരുന്നു? രാജകുമാരനായ വളർന്നത്. രാജകുമാരി ഇടുന്ന ഡ്രസ്സ്, രാജാവ് ഇടുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ആയിരിക്കും ആരിടുന്നത്? മോശ ഇടുന്ന ഡ്രസ്സ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഫറവോൻ ഇത്രയും പ്രായമായില്ലേ, അതേ അളവിലാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, അളവൊക്കെ ചെറുതായിരിക്കും. ഇപ്പോൾ ദിനീഷ് ബ്രദർ ഇടുന്ന ഷർട്ടിൻ്റെ അതേ അളവായിരിക്കത്തില്ല മകനും എടുക്കുന്നത്. പക്ഷേ അവർ എടുക്കുമ്പോൾ ഒരു 3 മീറ്റർ എടുക്കും. കാരണം ആ മോൻ്റെ അളവോട് കൊടുത്ത് ബ്രദറിൻ്റെ അളവും കൊടുക്കുമ്പോൾ 2 ഷർട്ട് തയ്ക്കും. ഇതുപോലെ ഇപ്പോൾ കർത്തദാസി ഒരു സരിത സിസ്റ്റർ ഒരു ചുരിദാറിന് ടോപ്പ് ഒരു തുണിയെടുക്കും, പെറ്റിയിലെടുക്കുമ്പോൾ മകൾക്കൂടെ ചേർത്തെടുക്കും. കാരണം 2 ഒരേ കളർ ഇരിക്കട്ടെ. ഇതുപോലെയാണ് ഫറവോന്റെ പുത്രി മോശയെ ദത്തെടുക്കുമ്പോൾ മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന. മോശയ്ക്ക് ദത്തെടുക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു അറിയാമോ? ഏകദേശം 5 വയസ്സ്. മോശയ്ക്ക് ദത്തെടുക്കുമ്പോൾ ഏകദേശം 5 വയസ്സായിരുന്നു. സ്തോത്രം. കാരണം ഈ 5 വയസ്സിന് മുൻപ് തൻ്റെ മാതാവിനെ അവരവിടുന്ന് പറഞ്ഞയച്ചു. ഇനി നീ ഈ കൊച്ചിന് പാൽ കൊടുക്കണ്ട, നീ ഇവിടെ നിന്നിപ്പയ്ക്കോ എന്ന് പറഞ്ഞ് ആ മോശയുടെ അമ്മേനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഒരു കുഞ്ഞിന് മുലകുടി മാറുന്ന വയസ്സെന്ന് പറയുന്നത് 5 വയസ്സാണ്. അപ്പോൾ 5 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ച് കൊടുത്തയക്കാതെ അവരവിടെ തന്നെ ദത്തുപുത്രനായി വളർത്തി. സ്തോത്രം. എഴുതിക്കോളൂ. ദത്തെടുത്തപ്പോൾ മോശയ്ക്ക് എത്ര വയസ്സായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എത്ര വയസ്സായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ താൻ പൂർണ്ണമായി മുലകുടി മാറി എന്നതുകൊണ്ട് മോശയ്ക്ക് 5 വയസ്സ് ഉണ്ടായിരിക്കണം. മോശയ്ക്ക് 5 വയസ്സ് ഉണ്ടായിരിക്കണം. കാരണം ഇസഹാക്കിനെ സംബന്ധിച്ചും പൈതൽ വളർന്നു, മുലകുടി മാറി എന്ന് ഉൽപ്പത്തി പുസ്തകം 2 അതിൻ്റെ 8, ന്യായാധിപൻ 13:24, ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 2:21-26,
3:19. ലൂക്ക 1:80. രണ്ടിൻ്റെ 40. ഓർത്തു നോക്കുക, ഇപ്പോൾ മോശ വളർന്നു. ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ ഒരു വ്യത്യാസവുമില്ല. സ്വന്തം മകൻ എന്ന നിലയിൽ ഫറോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ വിദ്യാഭ്യാസം, തുടങ്ങുവാൻ പ്രായമായി മോശയ്ക്ക്. മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നിരിക്കേണ്ടതിന് പ്രവർത്തികൾ 7:22. ഒന്ന് വായിക്കാമോ? പ്രവർത്തികൾ 7:22 നോക്കിയിട്ട് മുമ്പിലോട്ട് പോകാം. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. കണ്ടോ? വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഭയങ്കര ശക്തനായിരുന്നു കേട്ടോ മോശ. അല്ലെങ്കിൽ ഒറ്റ അടിക്ക് ഒരുത്തനെ അടിച്ച് താഴ്ത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഘനശാലിയായിരുന്നു. വാക്കുകളൊക്കെ ഭയങ്കര ശക്തമാ. ഫറവോന്റെ മുമ്പിലൊക്കെ പോയിരുന്നു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നേരെ നിൽക്കാൻ ദൈവം അതിനകത്ത് തന്നെ അവനെ ദത്തുപുത്രനാക്കി സ്വന്തം തലമുറയെ വളർത്തുന്നത് പോലെ ശക്കലം പോലും വ്യത്യാസമില്ലാതെ സകലത്തിലും അവനെ അഭ്യസിപ്പിപ്പാൻ. മറന്നു പോകരുത്, ദൈവം ഒരുത്തനെ ഉയർത്താൻ തുടങ്ങിയാൽ ശത്രു എവിടെയാണോ അടച്ചു വയ്ക്കുന്നത് അവിടെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഇനി എത്ര വ്യക്തികൾ നിനക്കെതിരെ കുത്തിയിരുന്ന് കരഞ്ഞാലും ദൈവമാണ് നിന്നെ നട്ടെങ്കിൽ ആർക്കും അതിനെ മാറ്റാൻ കഴിയില്ല. പ്രൈസ് ഗോഡ്. അത്രയും ഭാഗം പറഞ്ഞവിടെ തീരുകയാണ്. ഇത്രയാണ് മോശയുടെ പാരമ്പര്യം. അടുത്ത് ഹെഡിങ്. മിസ്രൈമിൽ നിന്നും യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സംഖ്യ പുരോഹിത ഗോത്രമായ ലേവ്യരെ കൂടാതെ യുദ്ധസന്നദ്ധരായ
6 ലക്ഷം പുരുഷന്മാർ ഉണ്ടായിരുന്നു. 6 ലക്ഷം പുരുഷന്മാർ ഉണ്ടായിരുന്നു. നോക്കിക്കേ, അവിടെ നിന്ന് 2 വാക്ക് പറയട്ടെ. ആ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ 6 ലക്ഷം ആമേൻ പുരുഷന്മാരുണ്ടായിരുന്നു. അവരെന്തായിരുന്നു? യുദ്ധം ചെയ്യാൻ സമർത്ഥന്മാർ. അവർ ശക്തമായി യുദ്ധ അഭ്യാസ മുറ പഠിച്ചവരായിരുന്നു. എവിടെന്നാ പഠിച്ചത്? മിസ്രൈമിൽ നിന്ന് പഠിച്ചു. ആര് പഠിപ്പിച്ചു? മോശ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർ നിന്ന സ്ഥലം മിസ്രൈമാണ്. പക്ഷേ അതിനകത്ത് ഇതുവരയ്ക്കും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വലിയ ഗർത്തങ്ങളുണ്ടായിരുന്നു. ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് ആയിരങ്ങളെ പാർപ്പിക്കാനുള്ള ആമേൻ ആയിരക്കണക്കിന് ഗർത്തങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏലിയാവിനോട് യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഏലിയാവേ, നീ ഒറ്റയ്ക്കല്ല, 6000 പ്രവാചകന്മാരെ നിനക്ക് വേണ്ടി ഞാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുക. പുറത്തു നോക്കുമ്പോ കാണുന്ന ഗുഹയല്ല അത്. ആർക്കും കാണാൻ കഴിയാത്ത, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മനുഷ്യന് കാണാൻ കഴിയാത്ത, ആ കാലഘട്ടങ്ങളിൽ, അതായത് 1-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാര് അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ യാത്ര ചെയ്യുന്നത് ഭൂമിക്ക് മുകളിൽ കൂടെ അല്ല, ഭൂമിക്കടിയിൽ കൂടെ തുരങ്കം വഴി. ഇന്നും പലയിടത്തുമൊക്കെ JCB കുഴിക്കുമ്പോൾ തുരങ്കങ്ങൾ കാണുന്നു. അതുവഴി കുതിരകൾ, രഥങ്ങൾ, പാസ് ചെയ്യപ്പെട്ട കാൽപ്പാടുകൾ, കുളമ്പടികൾ കാണുന്നു. അല്ലെങ്കിൽ അന്ന് ധരിച്ചിരുന്ന പടച്ചട്ടകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു. അന്ന് അവർ വച്ചിരുന്ന ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ തുരങ്കത്തിൽ കാണുന്നു. ഭൂമിക്കടിയിൽ ഇന്നും മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് ആയുധങ്ങൾ ഭൂമിക്കടിയിൽ കിടപ്പുണ്ട്. അന്നത്തെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ, അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സൗദി രാജാവ് ഒമാനിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ മസ്കറ്റിൽ, അല്ലെങ്കിൽ ദുബായ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പോകണമെങ്കിൽ കാറിൽ പോകത്തില്ല. അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് അന്തർവാഹിനി കപ്പൽ വഴി, കടലിന്റെ അടിയിൽ കൂടെ തുരങ്കങ്ങൾ വഴി സേഫ്റ്റിയായി അവർ പോയിട്ട് വരും. എന്നാൽ രാജാവിന്റെ വാഹനം അവിടെ കിടക്കും. ഞാൻ മസ്കറ്റിൽ പോകുമ്പോൾ ഞാൻ രാജാവിൻ്റെ മസ്കറ്റ് ഒമാൻ രാജാവിന്, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള രാജാവിൻ്റെ കപ്പൽ ഞാൻ കണ്ടു. കാണാൻ അതിമനോഹരമാണ്. ആ കപ്പലിൻ്റെ പുറത്ത് ഏകദേശം 10-ലധികം യുദ്ധപ്ലെയിനുകൾ ഇറങ്ങി നിൽക്കുകയാണ്. തീർന്നില്ല, ഹെലികോപ്റ്ററുകൾ. അത്യത്ഭുതപ്പെടുത്തുന്ന, കണ്ണിനെ രോമാഞ്ചം കൊള്ളിക്കത്തക്ക നിലയിലുള്ള സംഭവങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും നമ്മുടെ കണ്ണിനെ അമ്പര ചുംബിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും രാജാക്കന്മാർ റോഡ് വഴി പാസ് ചെയ്യത്തില്ല. അവരുടെ വാഹനങ്ങൾ പോകും, പക്ഷെ അവർ ആ വാഹനത്തിൽ ഉണ്ടാകത്തില്ല. അതിന് വാഹനം അവിടെ എത്തും മുമ്പേ അവരവിടെ എത്തിയിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നുപോയത്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത്, ആമേൻ, ഈ പുരുഷന്മാർ 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. അവരുടെ ഭാര്യമാരെ കണക്കോ താഴോട്ട് ഞാൻ പറയുന്നുണ്ട്, അവരുടെ മക്കളുടെ കണക്കോ
ആമേൻ, അവരുടെ തലമുറകൾ യുദ്ധസമർത്ഥന്മാരാകുന്ന പ്രായങ്ങളുടെ കണക്കോ? ദൈവകുഞ്ഞെ, നമ്മൾ ഇതുവരെ കാണാത്തതും ദർശിക്കാത്തതും നിങ്ങളിലിരിക്കുന്ന ഹോളി ബൈബിളിനകത്ത് കാണപ്പെടാത്തതുമായ ലക്ഷക്കണക്കിന് കാര്യങ്ങൾ പണ്ഡിതന്മാർ പുസ്തകത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. സ്വർഗത്തിലെ ദൈവം അറിയാതെ തലയിൽ നിന്ന് ഒരു തലനാര് നിലത്ത് വീഴത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇത്ര ശക്തമായി ഉപദേശിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് എത്ര ശക്തമായി നമ്മെ കാണുന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, താഴോട്ട് നമ്മൾ നോക്കുന്നു. 6 ലക്ഷം പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഇവരുടെ ഭാര്യമാരും കുട്ടികളും ഇവരെ കൂടാതെ ഇവരുടെ ഭാര്യമാരും കുട്ടികളും വൃദ്ധ മാതാപിതാക്കളും. വൃദ്ധ എന്ന് പറയുമ്പോൾ തീരെ പ്രായം ചെന്ന, ഏകദേശം 100 വയസ്സിന് മുകളിൽ പോയ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളും അവിടെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന തെളിവ് ഇതിനകത്തുണ്ട്. കൂടാതെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദാസിമാരുടെ സന്തതി പരമ്പരകളായ ഒരു വലിയ പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഇസ്രായേൽ ഒരു വലിയ കൂട്ടം ആകാശത്തിലെ പക്ഷികളെക്കാളും കടൽക്കരയിലെ മണൽത്തരികളെക്കാളും ദാസന്മാരായ അവകാശമായി ലഭിച്ചിരിക്കുന്നു. ഉൽപ്പത്തി എന്നെഴുതിയിട്ട് 14 മുതൽ 15 വരെ, 14 മുതൽ 19 വരെ, 25 32 16 എന്നിവയുടെ സംഖ്യ വളരെ വ്യക്തമാക്കുന്നു. ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്, നിങ്ങൾ ക്ലിയർ ചെയ്യാമോ? ആ 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ, അതായത് 26-14 ഒന്ന് എഴുതി നിർത്തിയിട്ട് ആ 19-ന് 25, 32, 33, 32 ഒന്ന് വായിച്ചേ. 19-ന്റെ 25,
32 ഒന്ന് വായിച്ചേ, ഒന്ന് ക്ലിയർ ചെയ്യാനാ. ഞാൻ നോട്ട് എഴുതിയപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് വന്നതാണ് സംശയം. 19-ന്റെ 25-ഉം 32. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ആന്റി അതിന്റെ 32 വായിക്കാമോ? അപ്പനാൽ സന്തതി ലഭിക്കേണ്ടതിന് അവനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. മതി. അപ്പോ ആ വാക്യം ഒന്ന് തിരുത്തണേ. ഒന്നുകൂടെ ഞാൻ പറയാം. ഉൽപ്പത്തി 14-ന്റെ 14 മുതൽ 15 വരെയും 26-ന്റെ 14, അടുത്ത് 19-ന്റെ 25 മുതൽ 32 വരെ, 32-ന്റെ 16. ഓക്കെ, അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. യാതൊരു എഴുതി നിർത്തിയെന്നറിയാമോ? ഒന്ന് വായിക്കാമോ ആൻറ്റി? എഴുതി നിർത്തിയ ഭാഗം വാക്യം എഴുതിയല്ലേ നിർത്തിയത്? വാക്യം എഴുതി എന്നിവയുടെ സംഖ്യ അത്ര തന്നെ. ഓക്കെ. വളരെ അധികമായിരുന്നു, എന്നിവയുടെ സംഖ്യ വളരെ അധികമായിരുന്നു. കാരണം യാക്കോബ് തൻ്റെ യാക്കോബ് തൻ്റെ 70 കുടുംബ അംഗങ്ങളുമായി 70 കുടുംബ അംഗങ്ങളുമായി മിസ്രൈമിൽ ചെല്ലുമ്പോൾ തന്നെ അവരെക്കാൾ വളരെ കൂടുതൽ പേരുണ്ടായിരുന്നു. യാക്കോബ് വിചാരിച്ച് മിസ്രൈമിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമാണ് ഏറ്റവും വലിയ കുടുംബം. ചിലർ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കുടുംബം അറിയാമോ? ഞങ്ങൾ ഇത്ര പേരുള്ളതാ. എല്ലാവരും കൂടി ഇറങ്ങി റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, ഞങ്ങൾ വലിയ ടീമാ. ഞങ്ങൾ എണ്ണത്തിൽ നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു ജാഥയിൽ നിൽക്കും പോലെയാണ് എന്നൊക്കെ ഒരു ധാരണ യാക്കോബിനുണ്ടായിരുന്നു. അത് അവിടെ ചെന്നപ്പോൾ അങ്ങ് അടങ്ങി. അവിടെ ചെന്നപ്പോൾ യാക്കോബിൻ്റെ ചിന്താ മണ്ഡലമൊക്കെ അങ്ങ് ഇടിഞ്ഞു. ചിലരൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വിചാരിച്ച എന്ത് സാധിക്കുമെന്നൊക്കെ. ഒന്നും സാധിക്കത്തില്ല. അങ്ങ് ചെന്നപ്പോൾ അവരുടെ ഇടയിൽ ഇവർ ചെറിയ ഒരു കൃമി പോലെ ആയിപ്പോയി. കാരണം കിടക്കയില്ലേ, അങ്ങ് കിടക്ക മണൽത്തരി പോലെ ലക്ഷങ്ങൾ കിടക്കയില്ലേ. ഓക്കെ, ആമേൻ. അവരെക്കാൾ കൂടുതൽ പേരുണ്ടായിരുന്നു. അബ്രഹാമിന് മാത്രം എഴുതിയോ ആൻറ്റി? ഓക്കെ. അഭ്യാസം ലഭിച്ചു. അഭ്യാസം, അടിമുറകൾ, കളരി, കരവട്ട, കുങ്കു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചത് അബ്രഹാമിനാണ്. അബ്രഹാമിൻ്റെ കൂടെ എത്ര യുദ്ധവീരന്മാരുണ്ടെന്ന് അറിയാമോ? എത്ര അഭ്യാസങ്ങളുണ്ടായിരുന്നു അബ്രഹാമിൻ്റെ കൂടെ? 360. എംബോസ് ഇടരുതേ, എംബോസ് ഇടരിക്കരുതേ. എത്ര പേരുണ്ടായിരുന്നു അബ്രഹാമിൻ്റെ കൂടെ? അഭ്യാസികൾ എത്ര പേരുണ്ടായിരുന്നു? പ്രൊഫസർ സിസ്റ്ററെ, ഓമന സിസ്റ്ററെ, ലിൻഡാലിറ്റി, ദിനീഷ് ബ്രദർ, കൊച്ചുകുട്ടികൾ, സെബിൻ, കൊച്ചുകുട്ടികൾ പറയുന്നതാ. എവിടെ? നമ്മുടെ സാനിയ ഉണ്ട്, സുബിനുണ്ട്, ജോബി ഉണ്ട്. കേൾക്കുന്നോ? മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്ലെങ്കിൽ എംബോസ് ഇടും.
ഉറപ്പായിട്ടും. എത്ര അഭ്യാസങ്ങളുണ്ടായിരുന്നു? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ പറഞ്ഞ മോനെ. 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു. ഈ മാനത്ത് കിടന്ന മീനിരിക്കും പോലെ എപ്പോഴും മുകളിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? മാനത്ത് പാപ്പ മീന് അതെപ്പോഴും മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം എൻ്റെ കണ്ണ് മുകളിലോട്ടിരിക്കുന്നത്. അതിന് ക്ലോക്കിലാണോ എന്നറിയില്ല. ദൈവദാസൻ നിർത്തിയ സമയമായില്ലല്ലോ. സന്ദേഹം. അബ്രഹാമിന് മിസ്രൈമിൽ ലഭിച്ച അഭ്യാസമുറക്കാർ എന്ന് പറഞ്ഞാൽ 318 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. 318 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. ഇവരും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദാസിമാരെയും ദാസീദാസന്മാരും ചേർന്ന് വർഷങ്ങൾ കൊണ്ട് ഇസ്രായേലിൽ പൊരുതിയതുപോലെ പെരുകി മിസ്രൈമിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുന്നു. ഇസ്രായേലിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഇസ്രായേൽ മക്കളും അവരുടെ ദാസന്മാരുടെ സന്തതി പാരമ്പര്യവും ചേർത്തു. ലക്ഷത്തിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു. 6,00,000 അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കാം. പട്ടിക പരിശോധിക്കുക. 1. പട്ടിക പരിശോധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി തുടങ്ങുന്ന ഭാഗത്തുനിന്ന് അല്പം കൂടെ അകത്തോട്ട് കയറ്റി 1 ഇടുക. യുദ്ധസന്നദ്ധരായ പുരുഷന്മാർ. പുറപ്പാട് പുസ്തകം 12:37. 600,000. രണ്ട് യുദ്ധസന്നദ്ധരായ പുരുഷന്മാരുടെ ഭാര്യമാർ. 600,000. അന്ന് ആ കാലഘട്ടങ്ങളിൽ ഭാര്യയും ഭർത്താവും നല്ല പൊരുതുമായിരുന്നു യുദ്ധത്തിൽ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് വീട്ടിലാണ് പൊരുതകം.
അന്നവർ ശത്രു രാജ്യത്തെ അടിച്ചമർത്താൻ എല്ലാവരും ഭയങ്കര അഭ്യാസമുറകൾ പഠിക്കും. വാള് പിടിക്കാനും പരിച പിടിക്കാനും വടി പിടിക്കാനൊക്കെ അവർ പഠിക്കും. എന്നാൽ ഇന്നതല്ലല്ലോ. ശത്രുക്കളെ അടിച്ചമർത്താൻ ആ കാലഘട്ടങ്ങളിൽ അവർ കുടുംബമായി യുദ്ധത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. അവരതിൽ ശീലിച്ചവരാ. കാരണം മുഴുപട്ടിണി, ആഹാരമില്ല, വസ്ത്രമില്ല, അടിമകളാക്കി അസ്ഥിമഞ്ചം വരെ ഞെക്കിപ്പിഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലിട്ട് കഷ്ടപ്പാടിന്റെ ആധിക്യത്തിൽ വാവിട്ട് നിലവിളിച്ച ജനം, അവിടുന്ന് ജയിച്ചു കയറാൻ അവർക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. തമ്മിലടിച്ചും വാക്കുവാദം ചെയ്തും അവര് സമയങ്ങൾ കളയാതെ അവര് മിസ്രൈമിലേക്ക് എത്തിയതിനു മുമ്പുള്ള ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി അവർ അവരുടെ വീണകളും കിന്നരങ്ങളും സകലതും കുഴലുകളുമെല്ലാം ഓരോ ദിവസവും അവർ വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു മടക്കയാത്രയുണ്ട്, അതിഗംഭീരമായൊരു മടക്കയാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് അവരെ ദൈവം യുദ്ധ അഭ്യാസ മുറകൾ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. ഏത് ഘട്ടത്തിലും നിൽക്കാൻ കണക്കിന്. ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടം, ഈ നമ്മൾ നിൽക്കുന്ന ഈ ന്യൂ ജനറേഷനിൽ എല്ലാ വീടുകളിലെ പെൺപിള്ളാരും ഇന്ന് രാവിലെ 5 മണിക്ക് കരവട്ട ക്ലാസ്സിന് പോവുക. ഇതെവിടെ നിന്ന് വന്നു? ഇത് ബൈബിളിൽ നിന്ന് വന്നു. ഇതെവിടെ നിന്ന് വന്നു? ഇവരുടെ മനസ്സിനകത്തേക്ക് ഈ ഒരു അഭ്യാസമുറ പഠിക്കണമെന്ന് സ്വയരക്ഷയ്ക്കായി. പെട്ടെന്നൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവാൻ അവർക്ക് സ്വയമായി അവർക്ക് അഭ്യാസമുറകൾ അവരെ പഠിപ്പിക്കുകയാണ്. 3, യുദ്ധസേവയിൽ ഉൾപ്പെടാത്ത ആളുകളും അവരുടെ ഭാര്യമാരും സഹോദരിമാരും, ഇതിലൊന്നും പങ്കെടുക്കാത്തവരുണ്ട്. അവരുടെ കണക്കൂടെ ഉണ്ട്. ഞങ്ങൾ ഇതിലൊന്നുമില്ല, ഞങ്ങൾക്ക് പാട്ടും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഇതിലൊന്നും നിങ്ങൾ എന്ത് വേണോ പറഞ്ഞോ, ഞങ്ങൾക്ക് കരയാനും പ്രാർത്ഥിക്കാനും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ മുട്ടുമടക്കും, ഞങ്ങൾ കരയും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ കണക്കാണ് പറയുന്നത്. 400,000 പേർ. 4, ഒരു കുടുംബത്തിൽ 4 എന്ന കണക്കിൽ യുദ്ധസന്നദ്ധരായ പുരുഷന്മാരുടെ മക്കൾ 2,400,000. 5, ഒരു മാസവും അതിന് മുകളിലോട്ടും പ്രായമുള്ള ലേവ്യർ. 1 മാസവും അതിന് മുകളിലോട്ടും പ്രായമുള്ള ലേവ്യർ. സംഖ്യാപുസ്തകം 33:39. കണക്ക് 22,300. ഒന്ന് വായിച്ച് മുമ്പിലോട്ടേ കൊള്ളായിരുന്നു. ഒന്ന് വായിക്കാമോ? മൂന്നിന്റെ 39. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു.
കണ്ണാടിയൊക്കെ മാറ്റാറായി. വായിക്കാമോ? 39 വാക്യം, 3:39 സംഖ്യ. 33 ഓ, 3:39 പറഞ്ഞത്. 39 വാക്യം. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? വായിച്ചോളൂ, ആരെങ്കിലും വായിച്ചോളൂ, കർത്താസ് എടുക്കുന്നതേ ഉള്ളൂ. മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബമായി എണ്ണിയ ലേവ്യരിൽ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളാകെ 22,000 പേർ. ആ, സ്തോത്രം. അതാണ് വായിച്ചത്. അപ്പോൾ 22,300 പേരാണ് ടോട്ടലി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 6 30-നും 50-നും ഇടയ്ക്ക് 30-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള ലേവ്യരുടെ ഭാര്യമാർ. സംഖ്യാപുസ്തകം 4-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യം മുതൽ 48-ാമത്തെ വാക്യം വരെ. സംഖ്യാപുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 47 മുതൽ 48 വരെയുള്ള വേദാംശങ്ങൾ. 8,580 പേർ. ഏഴ്. ഇതിൽ പ്രായം കുറഞ്ഞവരും കൂടിയവരുമായ ലേവ്യരുടെ ഭാര്യമാരും സഹോദരിമാരും. ഏതെങ്കിലും വിട്ടുപോയി ചോദിക്കണേ. ഇതിൽ പ്രായം കുറഞ്ഞവരും കൂടിയവരുമായ ലേവ്യരുടെ ഭാര്യമാരും സഹോദരിമാരും 2,000 പേർ. 8. 8,580 കുടുംബങ്ങൾക്ക് 8,580 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 4 വീതം ലേവ്യരുടെ മക്കൾ. ഓരോ കുടുംബത്തിനും 4 വീതം ലേവ്യരുടെ മക്കൾ. ടോട്ടൽ 34,200 പേർ. 34,200 പേർ. ആകെ ഇസ്രായേലിയർ 4,67,200. 4,67,200. 9. സമ്മിശ്ര ജാതി. ഇസ്രായേൽ മക്കളുടെ പകുതി എന്ന് രണ്ട് 2,33,600. 2,33,600 മൊത്തം സംഖ്യ.
6,900,000. ഇത്രയുമാണ് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ. നിങ്ങൾ ടോട്ടലി ഈ കണക്കുകളെല്ലാം ഒന്ന് കൂട്ടണം. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടി ആ പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. ഇനി ഈ പുസ്തകത്തിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം, പുറപ്പാട് പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം. ഒന്ന്, എബ്രായർ മിസ്രൈമിൽ പീഡിപ്പിക്കപ്പെടുന്നു. പുറപ്പാട് 1:1, 11:10. പീഡിതരുടെ ഭാരം. 1:1 മുതൽ 22 വരെ. 1:1 മുതൽ 22 വരെ. ബി, വീണ്ടെടുപ്പുകാരൻ. ഒരുക്കപ്പെടുന്നു. 2:1, 4:31. 1, മോശയുടെ ജനനം. ആദ്യത്തെ 40 വർഷങ്ങൾ. അത് വ്യക്തമായി നിങ്ങൾ എഴുതിക്കൊള്ളണം. മോശയുടെ ജനനം, ആദ്യത്തെ 40 വർഷങ്ങൾ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജനിച്ച മുതൽ ആദ്യ 40 വർഷം മിസ്രൈമിൻ്റെ മകളുടെ വളർത്തുപുത്രനായി അല്ലെങ്കിൽ ദത്തുപുത്രനായി മോശ അവിടെ വളർന്നു. ആ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഒരു മിസ്രൈമിനെ ഒറ്റ അടിക്ക് കൊന്നിട്ട് അവിടുന്ന് താൻ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ആധാരമായി 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെ. മോശ നാട് വിട്ടു ഓടിപ്പോകുന്ന 2-ാമത്തെ 40 വർഷങ്ങൾ. മോശ നാട് വിട്ട് ഓടിപ്പോകുന്ന 2-ാമത്തെ 40 വർഷങ്ങൾ. രണ്ടാം അധ്യായം 15 മുതൽ 25 വരെ. അതാണ് 40 80 വർഷം. മൂന്ന്, മോശയുടെ വിളി മിസ്രൈമിലേക്ക് മടങ്ങി വരുന്നു. മോശയുടെ വിളി മിസ്രൈമിലേക്ക് താൻ മടങ്ങി വരുന്നു. 3:1 മുതൽ 4 വരെ. 4:31. സി, പീഡിപ്പിക്കപ്പെടുന്നവരുടെ പോരാട്ടം. പീഡിപ്പിക്കപ്പെടുന്നവരുടെ പോരാട്ടം. 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ. 11-ാം അധ്യായം 10-ാമത്തെ വാക്യം.
ഒന്ന്, അവകാശം എൻ്റെ ജനത്തെ വിട്ടയക്കുക. 5:1 മുതൽ 3 വരെ. 2, പ്രതികരണവും ക്രൂരമായ പീഡനവും. പ്രതികരണം, ക്രൂരമായ പീഡനം. 5:4 മുതൽ 3. യഹോവ തൻ്റെ അകൃത്യം വെളിപ്പെടുത്തുന്നതും. 5:22 മുതൽ 5:22 മുതലും 7:13. 4, 10 ബാധകൾ. 10 ബാധകൾ. 7-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളും 11-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യവും. ഡി, എബ്രായർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. എ, രക്തമുഖാന്തരം വീണ്ടെടുപ്പ്. 12:1, 13:16. ബി, റെഫറൻസ് ഒന്നുകൂടെ പറഞ്ഞേ സർ. 12:1, 13:16. ബി, ചെങ്കടൽ തീരത്ത് വിടുതൽ ശക്തിയിൽ വെളിപ്പെട്ടു. ചെങ്കടൽ തീരത്ത് വിടുതൽ ശക്തിയിൽ വെളിപ്പെട്ടു. 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 13:17, 14:31. ദിനീഷ് ബ്രദറെ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. സി, വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. വീണ്ടെടുപ്പിൻ ഗാനങ്ങൾ. വീണ്ടെടുപ്പുകാരന് സ്തുതികൾ. 15:1 മുതൽ 21 വരെ. 1, സീനായി പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ എബ്രായരെ അഭ്യസിപ്പിക്കുന്നു. ആ കാലഘട്ടങ്ങളിലെ ഒരു യാത്ര അവർ പോകുമ്പോൾ ചില അഭ്യാസങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. കാരണം അവർ പോകുന്നത് അറിയാത്ത രാജ്യത്ത് അല്ലെങ്കിൽ അറിയാത്ത പട്ടണത്തിൽ കൂടെയൊക്കെ അവർ നടന്നു പോകേണ്ടി വരും. ഒത്തിരി ശത്രുക്കളൊക്കെ പതിയിരിപ്പുകാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ നിങ്ങൾ അതിജീവിക്കണമെന്നുള്ള ഒരു അഭ്യാസ മുറകളൊക്കെ ആ കാലഘട്ടങ്ങളിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം
വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോഴും വാഹനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം അവർക്ക് ഒന്നുകിൽ ഒരു വൃദ്ധനോ വൃദ്ധയ്ക്കോ ഒരു ഗർഭിണിക്കോ അവർക്ക് പോകണമെങ്കിൽ കഴുതയാണ് അന്ന് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവർ കാൽനടയായാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പതിയിരിപ്പുകാരുണ്ടാകും. നമുക്കറിയാം, വായിക്കേണ്ട എസ്തറയുടെ പുസ്തകം 8-ാം അധ്യായം 31, 32, 30, 31, 32, 33, 34, 35, 36 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 21, 22, 23, 24, 25, 26 ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പതിയിരിപ്പുകാരുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അവിടെ എസ്തർ ഒരു കാര്യം പറയുന്നു, യഹോവയുടെ കൈ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. അപ്പോൾ പതിയിരിപ്പുകാർ അന്നുണ്ടായിരുന്നു. അന്നത്തെ പോലെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് ഈ സമയത്ത് ഇറങ്ങി നടക്കാൻ കഴിയുമോ? കഴിയില്ല. സ്വന്തം ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്ന തലമുറകൾ പോലും ഇന്ന് ഒരു പെൺകുട്ടിക്ക് റോട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് പിതാക്കന്മാരും മാതാക്കന്മാരും ഒരു 5 പേരോ 6 പേരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കീഴ്പ്പെടുത്തുവാനുള്ള അഭ്യാസ മുറകൾ പഠിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിലുണ്ട്. ഞാൻ പറയാം, അതിൽ ആധികാരികമായ ഒരു കാര്യം പറയാം. യേശു കർത്താവ് മരിച്ച കല്ലറയ്ക്കൽ യേശുവിനെ വയ്ക്കുമ്പോൾ ആ കല്ലറയ്ക്കൽ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി നടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം പഠിക്കും കാണുന്നു. ആ പെൺകുട്ടി നടന്നു വന്നപ്പോൾ അവിടെ കാണുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണേ. അവൾ കല്ലറയ്ക്കൽ എത്തുമ്പോൾ എന്തുണ്ട്? ഇരുട്ടുണ്ടായിരുന്നു. അപ്പം നടന്നതോ എത്ര മൈൽ ദൂരം ആ ഒറ്റയ്ക്ക് ആ സഹോദരി നടന്ന് യേശുവിൻ്റെ കല്ലറയ്ക്കലെത്തി. അപ്പോൾ അവൾ ആരായിരിക്കും? അഭ്യാസമുറ പഠിച്ചവളായിരിക്കും. സ്തോത്രം എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. അന്നത്തെ ഇസ്രായേലിയർ അല്ലെങ്കിൽ എബ്രായർ അല്ലെങ്കിൽ മിസ്രൈമിലുള്ളവർ എല്ലാവരും ആമേൻ അഭ്യാസമുറകൾ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ തലമുറകൾ അതിനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ആ പഠനം കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സന്ധ്യയാകും, വഴിയിൽ പ്രശ്നങ്ങളുണ്ടാകും, പതിയിരിപ്പുകാരുണ്ടാകും, പ്രശ്നക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? അതിൽ കരുത്തോടെ നടന്നു വരാൻ കഴിയും. വിദേശ രാജ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് രാവിലെ എന്ന് രാത്രി എന്നില്ല, ഏത് സമയവും അവിടെ പകല് പോലെയാ. രാത്രിയൊക്കെ സഹോദരിമാർക്ക് ഇറങ്ങി നടക്കാം, ഒരു പ്രശ്നവുമില്ല. ആർക്കും രാത്രി നടക്കാം, ഒരു കുഴപ്പമില്ല. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കണം, അവർക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. രാജഭരണകാലമാണ്, അവർക്ക് സേഫ്റ്റിയാ. സൗദി അറേബ്യയിലേക്ക് ഒരു സഹോദരി നടന്നു പോയെന്നോട്ട് ഒന്നും സംഭവിക്കത്തില്ല. അത്ര അധികാരമുള്ള രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ പട്ടണത്തിൽ ഉണ്ട്. ആമേൻ. 15:22 18:27 സീനായി പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ എബ്രായരെ അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ അഭ്യാസമുറകൾ പ്രായമൊന്നും പ്രശ്നമില്ല, ഇനിയും പഠിക്കാം. പ്രതികൂലത്തിന്റെ പരിശോധനയും ദൈവിക വിടുതലും. പ്രതികൂലത്തിന്റെ പരിശോധനയും ദൈവിക വിടുതലും. 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യവും 17:16. ഒന്നാമത്തെ പരീക്ഷ മാറിയ കയ്പുള്ള വെള്ളം, അതൊരു പരീക്ഷയായിരുന്നു കേട്ടോ. അതേതായിരുന്നു? മാറ. ഒന്നാമത്തെ പരീക്ഷ ഏതായിരുന്നു? മാറ എന്താക്കി ദൈവം? മധുരമാക്കി. മാറയെ ദൈവം മധുരം. അതൊന്നാമത്തെ പരീക്ഷയായിരുന്നു.
15-ാം അധ്യായം 22 മുതൽ 27 വരെ. രണ്ട്, വിശപ്പിന്റെ പരീക്ഷ, കാടയും മന്നയും നൽകുന്നു. കണ്ടോ, വിശപ്പൊരു പരീക്ഷയാണ് കേട്ടോ. എപ്പോഴും തിന്നാൻ വേണ്ടി പറഞ്ഞതല്ല. ചിലർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കടി, ഇങ്ങോട്ട് വരുമ്പോൾ അതിനടുത്തൊരു കടി, അതിനകത്ത് പൂർണ്ണമായി തിന്നത്തില്ല, കുറേശ്ശെ തിന്നത്തേ ഉള്ളൂ. അതിൻ്റെ പേരാണ് കൊതി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയി തിന്നത്തില്ല. ചിലർ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു കിലോ അരി ഒരു സമയം തിന്നാലും നമ്മളിന് തിന്നുന്നത്, 4 പ്രാവശ്യം തിന്നാലും നമ്മളിന് തിന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു തിന്നായിരുന്നാൽ മതി. വല്ലാണ്ട് കലത്തിലിട്ട് അതിലില്ലാതാക്കിയത് ഒരുമിച്ച് കോരിയും കഴിക്കുക. അപ്പോൾ ഇത് വിശപ്പിൻ്റെ പരീക്ഷയാണ്. ഇവിടെ നമ്മൾ എന്താ എഴുതിയത്? വിശപ്പിൻ്റെ പരീക്ഷ, കാടയും മന്നയും നൽകുന്നു. എന്താ കൊടുത്തത് അവർക്ക്? കാടയും മന്നയും. 16-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 36-ാമത്തെ വാക്യം വരെ. സുന്ദരം എന്ന് എഴുതണ്ട കേട്ടോ. 16-ന്റെ 1 മുതൽ 36 വരെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 3, ദാഹത്തിന്റെ പരീക്ഷ. ദാഹത്തിന്റെ പരീക്ഷ. ദാഹത്തിന് ദൈവം എന്ത് ചെയ്തു? അവർക്ക് വെള്ളം കൊടുത്തു. 17-ന്റെ 1 മുതൽ 7 വരെ വായിച്ചാട്ടെ. 17-ാം അധ്യായം 1 മുതൽ 7 വരെ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദിമിലെത്തി. പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശെ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകാം. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശെ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസ അഥവാ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ സ്ഥലത്ത് എന്താ പേരിട്ടത്? മെരീബ. മോശയുടെ ഒത്തിരി പ്രാവശ്യം ജനം തിരിയുവാനിടയായി. ഒത്തിരി പ്രാവശ്യം. ഞാൻ ആ വാക്യം വായിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ജനത്തിന് ഒരിക്കലും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നാണ്. ഒരു കുറവും. വെള്ളത്തിന് വെള്ളം, വിശപ്പിന് ആഹാരം, രാത്രിയാകുമ്പോൾ മേഘസ്തംഭം, അഗ്നിസ്തംഭം, അവർക്ക് കാലിനൊരു പ്രയാസവും കൂടാതെ യാത്രകൾ, ഒരു തുമ്മൽ പോലും വരാതെ അവരെ സൂക്ഷിച്ചു. കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു, വൃദ്ധന്മാരുണ്ടായിരുന്നു, ആമേൻ, ഗർഭിണികളുണ്ടായിരുന്നു. ഒത്തിരി പേര് അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ജനത്തിന് എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മോശയ്ക്ക് നേരെ കൈ ചൂണ്ടും. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതി, പോട്ടെ. ഇന്നലെയും ദൈവം തന്നതാ മന്നയും എല്ലാം. പക്ഷേ വെള്ളം കിട്ടാൻ വന്നപ്പോ അവരുടെ സ്വഭാവം മാറി. നോക്കി അടുത്ത 4-ാമത്തെ വാക്യം. സോറി, 4-ാമത്തെ വാക്യമല്ല, 4 നമ്പര്. പോരാട്ടത്തിന്റെ പരീക്ഷ.
അമാലേക്കരുമായുള്ള യുദ്ധം 17:8 മുതൽ 16 വരെ. ഈ പറയപ്പെടുന്ന വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചിരിക്കണം. ബി, യാത്രയുടെ ബുദ്ധിയുള്ള ആലോചന. 18:1 മുതൽ 27 വരെ. ഒന്ന്, സീനായി പർവ്വതത്തിൽ എബ്രായരോടുള്ള ഉടമ്പടി. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം, 24:18. മോശയ്ക്ക് നിർദ്ദേശങ്ങൾ. 19:1 മുതൽ 25 വരെ. ബി, 10 കൽപ്പനകൾ, ഉടമ്പടി, ജീവിതത്തിന്റെ അടിസ്ഥാനം. 10 കൽപ്പനകൾ, ഉടമ്പടി, ജീവിതത്തിന്റെ അടിസ്ഥാനം. അധ്യായം 20, അതിന്റെ 1 മുതൽ 17 വരെ. സി, ഉടമ്പടി ബന്ധത്തിന്റെ കൽപ്പനകൾ. ഉടമ്പടി ബന്ധത്തിന്റെ കൽപ്പനകൾ. 20:18, 23:19. ഡി, വാഴ്ത്തത്ത ദേശത്തെക്കുറിച്ചുള്ള വാഴ്ത്തത്തങ്ങൾ. 23:20 മുതൽ 33 വരെ. ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. 1, ഉടമ്പടിയുടെ അംഗീകാരം. 24:1 മുതൽ 18 വരെ. 2, സീനായി പർവ്വതത്തിൽ എബ്രായരുടെ ആരാധനയ്ക്കുള്ള നിബന്ധനകൾ നൽകുന്നു. ആരാധനയ്ക്കുള്ള നിബന്ധനകൾ നൽകുന്നു. 25:1 മുതൽ ചില വാക്യങ്ങളും 40-ാം അധ്യായത്തിന്റെ 38. അത് നിങ്ങൾ കൃത്യമായിട്ട് അതേ വായിക്കണം. ആരാധനയ്ക്ക് നിബന്ധനകളുണ്ട്. വാക്യങ്ങൾ അല്ലേ? ആരാധനയ്ക്കുള്ള നിബന്ധനകൾ നൽകുന്നു. 25:1 മുതൽ ചില വാക്യങ്ങളും 40-ാം അധ്യായം 38. 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ വായിച്ചു കേട്ടോ. 25-ന്റെ 40-ന്റെ 38. അടുത്ത് സമാഗമന കൂടാരത്തെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. 1,
സമാഗമന കൂടാരത്തെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ 25-ന്റെ 1-ഉം 27-ന്റെ 21-ഉം. രണ്ട്, പുരോഹിതനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. പുരോഹിതനെ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ 28-ന്റെ 1-ഉം 31-ന്റെ 18-ഉം. വിഗ്രഹ ആരാധന എന്ന പാപം. വിഗ്രഹ ആരാധന എന്ന പാപം 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങളും 34-ാം അധ്യായത്തിന്റെ 35-ഉം. ബി, ദൈവിക നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടത് 35-ന്റെ 1 മുതൽ തീർത്തും 40-ന്റെ 38-ഉം. ഇത്രയുമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ കാര്യാദികൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, കർത്താവ് നമ്മെ അതിശക്തമായി അനുഗ്രഹിക്കും.